ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാസ്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഞാനിവിടെ വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഈ മാസ്ക് ഉണ്ടാക്കുന്നത്. തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മാസ്ക് എല്ലായ്പ്പോഴും തയ്ക്കുമ്പോൾ അത്യാവശ്യം ഒരു കോട്ടൺ തുണി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഒരു ടോപ്പിൻ്റെ ബാക്കി വന്ന തുണിയാണ്. ഈ തുണിയിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടിപ്പാത്രം എടുത്തു വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വല്ല പ്ലേറ്റോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ മെഷർമെൻറ്റിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ റൗണ്ട് ഷേപ്പ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4ആയി മടക്കിയിട്ട് ഓരോ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 പീസായിട്ട് ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് N95 മോഡൽ മാസ്ക് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളെല്ലായ്പ്പോഴും പുറം ഭാഗം ശ്രദ്ധിക്കണം. നല്ല വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ചല്ല ചെയ്യുന്നത്, പകരം ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഡ്രസ്സിലേക്ക് സ്റ്റോൺസൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഈ മാസ്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഗ്ലൂ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലൈനായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് ഓരോ സൈഡും ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ ഒരു സൈഡ് ഇങ്ങനെ നല്ല കട്ടിക്ക് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പിശുക്കരുത്, നല്ലോണം ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഇനി അടുത്ത 2 പീസ് ഇങ്ങനെ നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു 3 മണിക്കൂറോളം നമുക്കിത് ഉണക്കാൻ വെക്കേണ്ടി വരും. നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ നമുക്കിത് മറിച്ചിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ആ വൈറ്റ് കളറൊക്കെ മാറിയ ഡ്രസ്സിനോട് നല്ലോണം ഒട്ടിയിരിപ്പുണ്ട്. ആ 2 ക്ലോത്ത് നല്ലോണം ഒട്ടിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ മാസ്കിൻ്റെ അതേ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. നമ്മളെല്ലായ്പ്പോഴും മാസ്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഭാഗം കത്തേക്കാണ് ആക്കി വെക്കേണ്ടത്. നല്ല ഭാഗം ഒരുമിച്ച് വെച്ച് നല്ലോണം മുട്ടി നിർത്തി. ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം. ഇത് രണ്ടും നമുക്ക് ചേർത്ത് വെച്ചിട്ട് മുട്ടി നിൽക്കുന്ന രീതിയിൽ വെച്ച് കറക്റ്റായി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം കട്ടിക്ക് നല്ല ലൈനായിട്ട് വരച്ച് കൊടുക്കുക. ഒട്ടും പിശിക്കരുത്. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് മാത്രം ഗ്ലൂ ഇട്ട് കൊടുക്കുന്നില്ല. ഇത് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
ഇനി നമുക്കിത് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ലോണം ഉണങ്ങിയിട്ട് ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് വെക്കാനായിട്ട്. അപ്പം നമ്മുടെ മാസ്ക് നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാസ്ക് നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുളുക്കൊക്കെ പോകാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി രണ്ടറ്റത്തും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്ത് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇലാസ്റ്റിക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തയ്ച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് നമ്മുടെ മാസ്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയ മാസ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മാസ്ക് ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.